ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാൻഡ്ര മാം. സാൻഡ്ര മാം, പ്ലീസ്. ഹായ് മാമിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, എൻ്റെ പേര് സാൻഡ്ര. ഞാൻ സ്ഥലം കോഴിക്കോടാണ്. കല്യാണം കഴിഞ്ഞ് വയനാട്ടിൽ. ഇപ്പോൾ അധ്യാപന രംഗത്ത് മാം എത്ര വർഷത്തോളായി? ഇതിപ്പോൾ 6ാമത്തെ വർഷം. 6ാമത്തെ വർഷം. ഇത് പുതിയ സ്കൂളാണ് അല്ലേ? ഇവിടെ വയനാട്. മുൻപ് വർക്ക് ചെയ്തത് ഇവിടെ തന്നെ വയനാട് കഴിഞ്ഞ കൊല്ലമുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മാം അധ്യാപനം എന്ന മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ഉണ്ടായിരുന്നു? എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു ടീച്ചർ ആകുന്നത്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ ഷോളൊക്കെ ഇട്ട് ഇങ്ങനെ ടീച്ചറായിട്ട് നമ്മൾ ഇങ്ങനെ ആക്ട് ചെയ്യണം. അതുമുതലുള്ള ആഗ്രഹമായിരുന്നു. +2 കഴിഞ്ഞ് ഈ പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്തു. ഇങ്ങനെ ഒരു അധ്യാപന മേഖലയിലേക്ക് വരാനോ ഏതെങ്കിലും ഒരു ടീച്ചർ നിമിത്തമായിട്ടുണ്ടോ? 10ാം ക്ലാസ്സിലെ എൻ്റെ ഒരു മാമിനോട് ഞാൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു നല്ല അധ്യാപകന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഒരു നല്ല അധ്യാപികയാകുന്ന നിലയിൽ കുട്ടികളെ നന്നായി മനസ്സിലാക്കാം, കുട്ടികളെ കഴിവുകൾ മനസ്സിലാക്കാം, അവരുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണല്ലോ, കുട്ടികളെ നമുക്കൊന്ന് ഇരുത്തുന്നതിൽ കുറച്ചൊരു പ്രയാസമുണ്ട്. മാമി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കുഞ്ഞ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിൻലി ക്ലാസ് എടുക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ്. ഞാൻ കണ്ടിരുന്നു, 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഉഷാറായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ. അതുപോലെ തന്നെ മുന്നോട്ട് പോവാം. സൂപ്പറായി, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും. ആസ് എ ക്ലാസ് ടീച്ചർ തന്നെ കുട്ടികളോട് ചോദിച്ചപ്പോഴും അവരും വളരെ സന്തോഷമാണ്. ആ രീതിയിൽ തന്നെ ക്ലാസ് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ പഠനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നമുക്കറിയാം മീഡിയാസിൻ്റെ യൂസേജ് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഈ കുട്ടികളെ പഠനത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതൊക്കെ രീതികളാണ് മാം യൂസ് ചെയ്യാറുള്ളത്? ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ആക്ടിവിറ്റി ബേസ്ഡാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രസന്റ് സ്കൂളിൽ തന്നെ നമുക്കറിയാം പാനൽ ബോർഡ്സിന് യൂസേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് അടക്കം കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും ഈ വീഡിയോസ് എന്താ കാണിച്ചത്, പിക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ. അതൊരു നല്ലൊരു ഇതല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മീഡിയ ഉപയോഗിക്കുന്നത് പോലെ തന്നെ എന്താണ് നമ്മൾ പാനൽ ബോർഡിലൂടെ എല്ലാ സംഭവങ്ങളും പിക്ചേഴ്സ് ആവട്ടെ വീഡിയോസ് ആവട്ടെ അത് കാണുമ്പോൾ അവർക്ക് ആ ഒരു എഫക്റ്റും കൂടെ കിട്ടുകയാണ് അല്ലേ? അപ്പോൾ അതൊരു നല്ലൊരു രീതിയായിട്ട് തോന്നുന്നു. മാമിന് ഇനി നമ്മുടെ വരും തലമുറയോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും മാമിന് പറയാൻ കഴിയും? സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക, പഠനത്തോടൊപ്പം അക്കാഡമിക് അല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരിക, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം. ഹലോ ഗൈസ്, നമ്മുടെ മാമിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കും അതൊരു വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മാമിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് മാമിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വരുന്നവരെ താങ്ക് യു, ബൈ ബൈ. ചെയ്യാമോ? കാരണം അതിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?